ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചിക്കൻ ഇനി വീട്ടിൽ മേടിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് വെച്ച് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണിത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്കൊരു ഉരുളിയെടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓണാക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിവിടെ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു കറുകപ്പട്ട, 4 ഏലയ്ക്ക, 3-4 ഗ്രാമ്പു, ബേ ലീഫ് ഇതെല്ലാം കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 സവാള നീളത്തിൽ ചെറിയ കനം കുറച്ചരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവാള നല്ലതുപോലെ വഴന്ന് വരണം. അങ്ങനെ നമ്മുടെ സവാള ഇവിടെ വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി 1.5 സ്പൂണോളം കാണും. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താണ്. ഇതും കൂടി നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിനും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം എല്ലാം നല്ലതുവണ്ണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി നീളത്തിൽ മുറിച്ചതാണ്, ഇതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുവണ്ണം ഒന്ന് ഇളക്കണം. അതുപോലെ തന്നെ ഈ തക്കാളിയൊക്കെ നല്ലതുവണ്ണം ഒന്ന് ഉടഞ്ഞു വരണം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുവണ്ണം ഒന്ന് ഉടഞ്ഞു വരണം. തക്കാളിയൊക്കെ ഇവിടെ നല്ലതുവണ്ണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ലതുവണ്ണം ഇവിടെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന എരിവുള്ള മുളക് പൊടിയാണ്. അതിനുശേഷം 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്നതിന് വരെ നമുക്ക് നല്ലതുവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയൊക്കെ ഇവിടെ നല്ലതുവണ്ണം പച്ചമണമെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 സ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് നല്ലതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മസാല എല്ലാം ചിക്കനിൽ നല്ലതുവണ്ണം പറ്റണം. നല്ലതുവണ്ണം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ലതുവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി നല്ലതോണം ഇളക്കി കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തും എത്തണം. നല്ലതോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതൊരു മൂടിയ കൊണ്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം 15-20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലതോണം വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെള്ളമെല്ലാം പറ്റി ചിക്കനൊക്കെ ഇവിടെ നല്ലതോണം വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ലതോണം കുറി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഗ്രേവിയൊക്കെ നല്ലതോണം ഇവിടെ കുറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ലേശം മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വിടുക. നമ്മളിനി മറ്റൊരു വീഡിയോയുമായി കാണാം.